പള്ള തള്ളക്കി വിളിക്കുന്നു വല്ല കൊണ്ട് ഓർഡർ ചെയ്യും. എടോ ഈ സിഗരറ്റ് വലിക്കാതെ ശരീരത്തിന് ക്യാൻസർ ഒക്കെ വരും. അയ്യോ അണ്ണ അപ്പൊ ഈ ഫോട്ടോ ഉള്ളായിരുന്നല്ലേ? പിന്നെ നീ എന്തോ വിചാരിച്ച അയാൾ കപ്പലിൽ വിട്ടായി തിന്നിട്ട് ചിരിച്ചപ്പോ എടുത്ത ഫോട്ടോ എന്നത്? അയ്യോ അതറിയാതെ അവ ഇത്രയും നാളും വലിച്ചത്. ഇത് ഇന്നലെ രാത്രി എപ്പോ എത്തിയാണ്? ഒരു 7:30 ആയടാ. എങ്ങനെ വന്നു? ഭാരത് ബന്ദില്. ഭാരത് ബന്ധല്ല, വിദ്യാഭ്യാസ ബന്ധം. എടാ വന്ദേ മാരണം. എന്റെ പൊന്നുമാരണങ്ങളെ വന്ദേ ഭാരത്. അതാന്ന് എന്റെ വയറ്റിന്ന് DJ കേൾക്കുന്നു, വല്ലോ പറ. ഞാൻ പറഞ്ഞല്ലേ ഷുഗർ പോലും ഇല്ലാത്ത എന്ത് വേണേലും ഓർഡർ ചെയ്യാൻ. എന്നാ കുറച്ച് കഞ്ഞിവെള്ളം ഓർഡർ ചെയ്ത് കൊടുക്കാം കൂച്ചട്ട്. ഒരു കാടിവെള്ളത്തിന്റെ കോമഡി ഇപ്പൊ ഇവിടെ കഴിഞ്ഞായിരുന്നു. ചീഞ്ഞ അളിഞ്ഞതാ. തത്തമ്മ ചിരിക്കുന്നു. സോറി അണ്ണ. അണ്ണാ ദേഹം അനങ്ങാതെ കനം കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? നിന്നേക്കായ കനം കൂടി എന്റെ അടുത്ത് പോയി നിന്നുറാ. അപ്പൊ നിന്റെ കനം കുറഞ്ഞിരിക്കും. അണ്ണന് നല്ല നീളമുണ്ടല്ലോ, പോലീസിൽ ചേർന്നു. നിനക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ, എന്ന് വെച്ച് നീ കക്കാൻ പോടാ. അണ്ണാ നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലേ നമ്മൾ മാനസികമായിട്ട് തളർന്നു വന്നു. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങള് തളരൂല അല്ലേ? എന്തായാലും പറഞ്ഞു തളർത്തടോ. അണ്ണാ നിങ്ങൾ വലിച്ച് നിങ്ങളുടെ ശ്വാസം മാറി കോശം മാത്രമായിട്ട് കിടക്കുവാണ്. ഒരു കുഴപ്പമില്ല. ഇവൻ വലിച്ച് അവന്റെ ചുണ്ട് കറുത്ത് പൊട്ടി ഇപ്പൊ ചുമന്നിരിക്കണം. അത് നമുക്ക് ലിപ്ലോക്ക് അടിക്കണം. ലിപ് ബാം. അതടിക്കാം. നിങ്ങളിങ്ങനെ വലിച്ചും കുടിച്ചും നടന്ന ജോലി കിട്ടത്തില്ലേ? ഓ സുഖം. പെണ്ണും കിട്ടത്തില്ല. എനിക്ക് എന്റെ അണ്ണനുണ്ട്. ഇവര് എന്തോ പറഞ്ഞു തളർത്തു. ഇവന് നല്ല മുടി ഒഴിച്ചിട്ടുണ്ടാ. ആടാ 2 മാസം കൂടെ കഴിഞ്ഞാ നീ കഷണ്ടിയാ സിഗരറ്റ് വലിക്കുന്നതിന്റെ. അണ്ണ ആണോ അണ്ണ? ഇല്ല അതാ ഒന്നും അറിയില്ല. വിട്, നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇത് വലിച്ച ക്യാൻസറിനോട് കഷണ്ടി വരുമെന്ന്. ഓ അപ്പൊ ക്യാൻസർ എന്ന് ചത്താ നിനക്ക് ഒരു ഗുരുവില്ല. കഷണ്ടി വരുന്നതിലാണ് നിനക്ക് കുഴപ്പം. നമുക്ക് ട്രാൻസ്പെറന്റ് ചെയ്യാൻ. കണ്ട എല്ലാത്തിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അങ്ങേർക്ക് മൂലക്കുരു കൊണ്ടുണ്ടോ എന്നൊരു സംശയം. അടുത്തത് തളർത്താം. ഓക്കെ.